ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കൊരു ഹോട്ട് സീലർ മെഷീൻ ഉണ്ടാക്കി നോക്കാം. നമുക്ക് ആദ്യമായിട്ട് തന്നെ അതിനൊരു പഴയ പാക്കിംഗ് കേസിൻ്റെ അടുത്തൊരു വുഡൻ പീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൂന്നായി കട്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ മൂന്നായി നമ്മൾ കട്ട് ചെയ്യാൻ ഹാക്സോ ബ്ലേഡ് ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്ത് നമ്മളെ ബേസിൽ അതിൻ്റെ ഒരു മേലത്തെ പോർഷൻ വെച്ചു. അതിൻ്റെ മേലെ നമ്മൾ ഹീറ്റിംഗ് എലമെൻറ്റായ നിക്രോം വയർ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നിക്രോം വയർ ഫിക്സ് ചെയ്യാനായിട്ട് സ്ലോട്ട് ഇടാം. ഈ നിക്രോം വയർ നമുക്കൊരു പഴയ ഹെയർ ഡ്രയറിൽ നിന്ന് എടുത്തതാണ്, കേടായിട്ടുള്ളൊരു ഹെയർ ഡ്രയറിൽ നിന്ന്. അപ്പോൾ അതൊരു സൈഡിലൊരു സ്ക്രൂ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ്. അതിനകത്തേക്ക് നിക്രോം വയർ ചുറ്റി ടൈറ്റ് ചെയ്യുന്നു. അത് വലിച്ചടുത്ത എൻഡിലേക്കും കൂടി നമ്മൾ കണക്ട് ചെയ്യും. ഈ നിക്രോം വയറിൽ പവർ കൊടുക്കുമ്പോഴാണ് അത് ഹീറ്റിംഗ് നടക്കുന്നത്. ഇപ്പോൾ 12 വോൾട്ട് DC സപ്ലൈ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു എൻഡ് കണക്ട് ചെയ്തു, അടുത്ത എൻഡിലേക്ക് കൂടി വലിച്ചത് സ്ക്രൂവിലേക്ക് കണക്ട് ചെയ്യുന്നു. അത് വിട്ടുപോയിരിക്കാൻ വേണ്ടിയിട്ട് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ മേലെ ഒരു ഹാൻഡിൽ വെക്കണം. ആ ഹാൻഡിൽ 2 സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് വെച്ചിട്ടാണ് അതിനെ വെക്കുന്നത്. അപ്പോൾ സപ്പോർട്ടിൽ നമുക്ക് മാർക്ക് ചെയ്ത് 2 ഹോൾസ് ഇടാം. ആ ഹോൾസിന് വേണ്ടിയിട്ട് നമ്മൾ കത്രിക വെച്ച് ഇട്ടാൽ മതി. അത്രയും സോഫ്റ്റാണ് ഈ വുഡ്, പെട്ടെന്ന് തന്നെ ഹോളാവും. അപ്പോൾ നമ്മളങ്ങനെ സപ്പോർട്ട് ഉണ്ടാക്കി. ഇനി ഹാൻഡിൽ എപ്പോഴും ഉയർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡ് ഒന്ന് 45 ഡിഗ്രി കട്ട് ചെയ്യണം. അപ്പോൾ ഹാൻഡിൽ ഓപ്പണായി കിടക്കുമ്പോൾ ഒരു ആംഗിളിന് വേണ്ടിയിട്ടാണ് 45 ഡിഗ്രി നമുക്ക് കാണാം. ഇപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ഒരു NO-NC ടൈപ്പ് സ്വിച്ച് കണക്ട് ചെയ്യണം. അതായത് ഹാൻഡിൽ ഓപ്പണായി കിടക്കുമ്പോൾ ഹീറ്റിംഗ് എലമെൻറ്റിലേക്ക് സപ്ലൈ പോകാതിരിക്കുകയും ഹാൻഡിൽ പ്രസ് ചെയ്യുമ്പോൾ മാത്രം പോവുകയും ചെയ്യുന്ന രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹാൻഡിൽ ഓപ്പണായി കിടക്കുമ്പോൾ സ്വിച്ച് ആക്ട് ചെയ്യണം. NC എന്നുള്ള പോയിൻ്റ് ഓപ്പൺ ആവണം. അതായത് നോർമലി ക്ലോസ്ഡ് എന്നുള്ള പോയിൻ്റ് ഓപ്പൺ ആവണം. അപ്പോൾ ഹാൻഡിൽ പ്രസ് ചെയ്യുമ്പോൾ അത് ആക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് കൂടി വെച്ചു. ഇനി നമ്മൾ ആ നോർമലി ക്ലോസ്ഡ് എന്നുള്ള പോയിൻ്റ് എടുത്തിട്ട് ഹീറ്റിംഗ് എലമെൻറ്റ് ഒരു എൻഡിലേക്ക് കൊടുക്കും. അപ്പോൾ ഹാൻഡിൽ ഓപ്പണായി കിടക്കുമ്പോൾ ഹീറ്റിംഗ് എലമെൻറ്റിലേക്ക് സപ്ലൈ പോവില്ല. അടുത്ത ഹീറ്റിംഗ് എലമെൻറ്റ് അടുത്ത എൻഡിൽ നമ്മൾ നെഗറ്റീവ് സപ്ലൈ 12 വോൾട്ട് നെഗറ്റീവ് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വയർ കൂടി കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിനെ ബേസിലേക്ക് ഫിക്സ് ചെയ്യാണ്. നമുക്കിത് ഓൺ ഓഫ് ആകുമ്പോൾ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് സ്റ്റാറ്റസ് LED കൂടി വെക്കാം. ഒരു റെഡ് LED, ഒരു ഗ്രീൻ LED കൂടി വെക്കണം. ഇനി നമ്മൾ ആ ഹാൻഡിൽ എപ്പോഴും പൊന്തി നിൽക്കാൻ വേണ്ടി ഒരു സ്പ്രിംഗ് ലോഡ് കൂടി കൊടുത്തിട്ടുണ്ട്. റബ്ബർ ബാൻഡാണ് തൽക്കാലം സ്പ്രിംഗ് ലോഡായി കൊടുത്തിട്ടുള്ളത്. നമ്മൾ സ്റ്റാറ്റസ് കൊടുക്കാൻ വേണ്ടി 2 LEDകൾ, ഗ്രീൻ അതായത് നോർമലി ജസ്റ്റ് ഓണാണെന്ന് കാണിക്കാൻ മെഷീൻ, റെഡ് പ്രസ്സിങ് ആക്ഷൻ നടക്കുവാണ്, ഹോട്ടാണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി റെഡ്. അപ്പോൾ റെഡ് എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ക്ലോസ്ഡ് എന്നുള്ള എൻഡിലേക്കും ഹീറ്റിംഗ് എലമെൻറ്റിലേക്കും, ഗ്രീൻ നോർമലി ഓപ്പൺ എന്നുള്ളതിനകത്തേക്കും കൊടുക്കുക. അപ്പോൾ നമ്മളൊരു സ്വിച്ചിൻ്റെ ഇതിനകത്ത് നോർമലി ഓപ്പണിലേക്ക് ഗ്രീനും നോർമലി ക്ലോസ്ഡ് അതായത് ഹീറ്റിംഗ് എലമെൻറ്റിലേക്ക് റെഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് ഗ്രീനും റെഡുമായി മാറുന്നത്. പ്രസ് ചെയ്യുമ്പോൾ റെഡ് ആവുന്നത് കാണാം. നമ്മൾ ആ അറേഞ്ച്മെൻറ്റ് അതിൻ്റെ മേലെ ഫിക്സ് ചെയ്തു. ഇനി ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് സീൽ ചെയ്ത് നോക്കുക, അത് ഇളകി പോരുമോ ഇല്ലയോ എന്ന്. നമ്മൾ സീൽ ചെയ്യാണ്. റെഡായി കാണാം. ഒരു 4-5 സെക്കൻഡ് പ്രസ് ചെയ്തു. നമുക്കൊന്ന് താഴത്തേക്ക് ഇട്ട് നോക്കാം. എല്ലാം അതിനുള്ള പ്രോപ്പറായി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയൊരു പാക്കറ്റ്, ഒരു അരിപ്പൊടിയുടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്, അതൊന്ന് സീൽ ചെയ്ത് നോക്കാം. കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക് പാക്കറ്റാണത്. ഓക്കെ, നമ്മളത് പ്രസ് ചെയ്യാണ്. ഒരു 5-6 സെക്കൻഡ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ച് നോക്കാം. അതിനുള്ളിൽ പൊടി താഴെ പോകുന്നുണ്ടോ, സീലിംഗ് നടന്നതായി കാണുന്നുണ്ട്, ഇത്ര പെർഫെക്റ്റ് ആണോ നോക്കാം. ഓക്കെ, ഒരു പൊടിയും താഴെ പോയിട്ടില്ല, അപ്പോൾ കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട്. താങ്ക് യു.